ക്രൈസ്തവർ ഇത് കേട്ട് ഞെട്ടുമോ? യുവാക്കൾക്ക് ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷകൾ ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ യുവാക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിർത്താൻ നാം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. വിവിധ റിപ്പോർട്ടുകളുടെ വിശകലനങ്ങളുടെയും സർവേ ഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ പൈൻ ടോപ്പ് ഫൗണ്ടേഷനും ദി വെരിതാസ് ഫോറമും സംയുക്തമായാണ് 131 പേജുള്ള ദി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. പ്യൂ റിസർച്ച്, ബെയ്ലർ റിസർച്ച് എന്നിവയ്ക്ക് പുറമെ പബ്ലിക് റീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗാലപ്പ് എന്നിവയുടെ സർവേ ഫലങ്ങളുമാണ് റിപ്പോർട്ടിന് ആധാരം. ഡെയർ ടു ഷെയർ യൂത്ത് മിനിസ്ട്രിയുടെ സ്ഥാപകൻ ഗ്രെഗ് സ്റ്റിയറിന്റെയും അഭിപ്രായം മറ്റൊന്നല്ല. യുവജനങ്ങൾ വിശ്വാസവുമായി അകലുന്ന പ്രവണത ഏറ്റവും ശക്തമാവുന്നത് അടുത്ത 30 വർഷങ്ങൾക്കുള്ളിലായിരിക്കുമെന്നും ഈ കാലയളവ് തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിനും പ്രേഷിത പ്രവർത്തനത്തിനുമുള്ള ഏറ്റവും വലിയ അവസരമെന്നും സ്റ്റിയർ പറയുന്നു. ഈ പ്രവണതയെ നേരിടുന്നതിനായി സഭകൾ തങ്ങളുടെ യുവജന കൂട്ടായ്മകളെ പുനർസജ്ജീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറയുന്നു. കുട്ടികളെയും യുവാക്കളെയും വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ദേവാലയങ്ങൾ കേന്ദ്രമാക്കി കലാകായിക വിനോദങ്ങളും സാമൂഹ്യ സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കുന്ന പ്രവണത അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം വിനോദങ്ങൾ ദൈവാലയത്തിനു പുറത്ത് ആധുനിക ലോകത്ത് അതിനേക്കാൾ സമൃദ്ധമായും മനോഹരമായും ലഭിക്കുമെന്നിരിക്കെ ഇത്തരം പരിപാടികൾക്കൊന്നും യുവാക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം സഭാ നേതൃത്വം തിരിച്ചറിയണം. ദൈവാലയങ്ങളും മതബോധനവും ആത്മീയ ശുശ്രൂഷകളും യുവാക്കൾക്ക് ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ സഹായകമാകുന്നില്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക സാധ്യമല്ല. 10-12 വർഷം മതബോധനം നേടിയിട്ടും 2 വരി സ്വയം പ്രേരിത പ്രാർത്ഥന പോലും ചൊല്ലാൻ ഒരു കുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മതബോധന രീതിക്ക് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതാനും ചില വിശ്വാസ സത്യങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് മേടിക്കുന്ന മിടുക്കന്മാരെ സൃഷ്ടിക്കുന്ന മതബോധന സംവിധാനങ്ങളിൽ നിന്നും ഏതു സാഹചര്യത്തിലും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വാസ വീരന്മാരെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മതബോധന സംവിധാനങ്ങൾ രൂപപ്പെടുന്നില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും നമ്മെ കാത്തിരിക്കുക. സുവിശേഷം പ്രചരിപ്പിക്കുകയും വിശ്വാസികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ യൂത്ത് മിനിസ്ട്രികൾ പുനർരൂപീകരിക്കേണ്ട സമയമായി. കൂട്ടായ്മകളല്ല, ദൗത്യമാണ് പ്രധാനം. കാര്യമുള്ള എന്തെങ്കിലും ചെയ്യുവാനായി യുവജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവരെ ഒരുക്കുന്നതിനായി യൂത്ത് മിനിസ്ട്രി നേതാക്കളെ സജ്ജരാക്കേണ്ടതുമുണ്ട്. ഓരോ നഗരത്തിലെയും യുവജന കൂട്ടായ്മകൾ ഒരുമിക്കുകയും സുവിശേഷം പങ്കുവെക്കുകയും വേണം. സ്റ്റിയർ വിവരിച്ചു. യുവാക്കൾക്ക് യുവാവായ ക്രിസ്തുവിനെ നൽകാൻ നാം പരാജയപ്പെട്ടാൽ അടുത്ത തലമുറ ക്രിസ്തുരഹിത ലോകത്തിനാകും സാക്ഷ്യം വഹിക്കുക. സമഗ്ര വിമോചകനായ ക്രിസ്തു ഉള്ളിടത്ത് സകല നന്മകളും നിറയുമ്പോൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ഭയാനകമായിരിക്കും. അതിനാൽ നാം അറിഞ്ഞ ക്രിസ്തു സ്നേഹവും സ്വന്തമാക്കിയ ക്രിസ്തീയ മൂല്യങ്ങളും യുവതയ്ക്ക് പകരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വരും ലോകത്തെ തിന്മയുടെ തേർവാഴ്ചയ്ക്കായി കളമൊരുക്കുകയാകും നാം ചെയ്യുക എന്ന് മറക്കാതിരിക്കാം.